പാലക്കാടിൻ്റെ നഗരങ്ങളിലൂടെ ഗ്രാമവീഥികളിലൂടെ നമ്മുടെ വാർത്തായാത്ര തുടരുകയാണ്. നമ്മളിപ്പോൾ AR മേനോൻ പാർക്കിലാണുള്ളത്. നമുക്കിപ്പം C കൃഷ്ണകുമാർ BJP സ്ഥാനാർത്ഥി ഒരിക്കൽ കൂടി ചേരുന്നു. അദ്ദേഹം തന്നെ ആവശ്യപ്പെട്ടതനുസരിച്ച് ടൗൺ ഹാളിൻ്റെയും ഈ AR മേനോൻ പാർക്കിൻ്റെയും ഒക്കെ കാര്യങ്ങൾ അദ്ദേഹം ഒന്ന് വിശദീകരിക്കും. അദ്ദേഹം കൂടി നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെയൊക്കെ അധ്യക്ഷനായിരുന്നു. പാലക്കാടുകാരനാണ് C കൃഷ്ണകുമാർ. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ ചർച്ചാ വിഷയമാകുമ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ പ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തിന് പറയാനുള്ളത് കൂടി നമുക്ക് കേൾക്കണം. C കൃഷ്ണകുമാർ നമുക്കൊപ്പം ചേരുന്നു. CK, ഗുഡ് മോർണിംഗ് വൺസ് അഗെയിൻ. ഞങ്ങൾ ഈ യാത്ര തുടങ്ങിയപ്പോൾ ചില സ്ഥലങ്ങളിലൂടെയുള്ള യാത്രയിലായിരുന്നു. ടൗൺ ഹാളിലെത്തി. അവിടുത്തെ പ്രശ്നം എന്താണെന്ന് നമ്മൾ കണ്ടു. പക്ഷേ ഇനിയും മനസ്സിലാവാതെ പോകുന്നത് അതെങ്ങനെ പരിഹരിക്കാം ഇനി CK? 10 വർഷമായി അത് അടഞ്ഞു കിടക്കുകയാണ്. അവിടെ നമ്മൾ കണ്ട കാഴ്ചകൾ ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകരുടെയൊക്കെ ഉള്ളിലേക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന AR മേനോൻ പാർക്ക് അത് അടച്ചിട്ടിരിക്കുന്നു. അത് സൗജന്യമായിട്ട് നമ്മുടെ മനുഷ്യർക്ക് വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ സാംസ്കാരിക കേന്ദ്രങ്ങൾ ഇങ്ങനെ ആയിപ്പോയതിൻ്റെ ഉത്തരവാദി ആരാണ്? ഇനി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും CK? അരുൺജി, നമ്മുടെ ടൗൺ ഹാള് 2014 MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നവീകരിക്കാനായിട്ട് ശ്രീ ഷാഫി പറമ്പിൽ അതിൻ്റെ ഉദ്ഘാടനം അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടിയെ കൊണ്ട് നിർവഹിക്കുന്നത്. ഒരു സ്ഥാപനം MLA ആസ്തി വികസന ഫണ്ടോ അല്ലെങ്കിൽ MP യുടെ ആസ്തി വികസന ഫണ്ടോ ഉപയോഗിച്ച് നവീകരിക്കുന്ന സമയത്ത് അത് കൈമാറുക എന്നുള്ളൊരു പ്രോസസ്സുണ്ട്. ഞങ്ങൾ നഗരസഭ 2014 UDF ഭരിക്കുന്ന സമയത്താണ് ഇതിൻ്റെ നവീകരണത്തിനായിട്ട് MLA ഫണ്ട് അനുവദിക്കുന്നതും ഇത് MLA ടൗൺ ഹാൾ കൈമാറുന്നതും. MLAയുടെ താല്പര്യപ്രകാരമാണ് ഹാബിറ്റാറ്റ് എന്നുള്ള ഏജൻസി ഏൽപ്പിക്കുന്നത്. 2015 BJPയുടെ നഗരസഭാ ഭരണം വന്നു. ടൗൺ ഹാളിൻ്റെ നവീകരണം നടക്കുന്നില്ല. അതിൻ്റെ ഫയലിൻ്റെ പിന്നാലെ പോയ സമയത്താണ് എനിക്കറിയാൻ കഴിഞ്ഞത് സെക്രട്ടേറിയറ്റിലെ ഫയല് അതിൻ്റെ പ്ലാൻ പോലും നവീകരണത്തിൻ്റെ പ്ലാൻ പോലും ഇല്ലാതെ ഫണ്ട് അലോട്ട്മെൻറ്റ് സാങ്ഷൻ പോലും ആവാതെയാണ് 2014 ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് നഗരസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ജനങ്ങളെ പറ്റിക്കാനായിട്ട് അതിൻ്റെ നവീകരണ ഉദ്ഘാടനം ആരംഭിക്കുന്നത്. 2018 അതിൻ്റെ ഫണ്ട് അലോട്ട്മെൻറ്റ് സംബന്ധിച്ചിട്ടുള്ള സാങ്ഷൻ ലഭിക്കുന്നത്, പ്ലാന് പാസ്സാവുന്നത്. കാരണം ടൗൺ ഹാൾ 300 മീറ്ററിന് അകത്താണ്, പരിധിയിലാണ് ടൗൺ ഹാള്. അപ്പോൾ ആർക്കിയോളജിയുടെ NOC വേണം. ഇത്തരം യാതൊരു വിധത്തിലുള്ള പെർമിഷനും വാങ്ങാതെയാണ് പാലക്കാട്ടിലെ ജനങ്ങളെ പറ്റിക്കാനായിട്ട് അന്ന് ഷാഫി പറമ്പിൽ അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്, മുഖ്യമന്ത്രിയെ കൊണ്ട് നിർവഹിപ്പിച്ചത്. പിന്നീട് കോവിഡായി. അതിൻ്റെ 4 കോടി രൂപയായിരുന്നു പദ്ധതി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന്. അതിൻ്റെ ഫണ്ട് ലഭിക്കുന്നില്ല. ഹാബിറ്റാറ്റ് പാതി വഴിയിൽ അതിൻ്റെ പ്രവർത്തനം നിർത്തി. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നവീകരണം അതിൻ്റെ മുഴുവൻ ഫണ്ട് അനുവദിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ശ്രീ ഷാഫി പറമ്പിലുണ്ടല്ലോ. അപ്പോൾ പാലക്കാട് നഗരസഭയ്ക്ക് വലിയ നഷ്ടം ഉണ്ടാക്കി വെച്ചത് ഷാഫി പറമ്പിലാണ്. നഗരസഭയ്ക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല. MLAക്ക് കൈമാറിയ ഒരു ആസ്തി അതിൻ്റെ 2-2.5 കോടി രൂപയാണ് ഹാബിറ്റാറ്റ് പറയുന്നത്. 2-2.5 കോടി രൂപ ചെലവഴിച്ചു. അതിനെ സംബന്ധിച്ച് യാതൊരുവിധ കണക്ക് നഗരസഭയ്ക്കില്ല. കാരണം അതിൻ്റെ നേരിട്ടുള്ള നിർവഹണം MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചിട്ടാണ്. അതിൻ്റെ മുനിസിപ്പൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തെ പോലും തൊടിയിക്കാതെയാണ് MLA അതിൻ്റെ നവീകരണം നടത്തുന്നത്. മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് അതിൻ്റെ മേൽനോട്ടം കൊടുത്തിട്ടില്ല. ഇതേ തരത്തിലാണ് മോയൻ ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഡിജിറ്റലൈസേഷനും ഷാഫി പറമ്പിൽ 2014 ആരംഭിച്ചാണ്. മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൻ്റെ യാതൊരു വിധത്തിലുള്ള ഇടപെടലും അനുവദിക്കാതെ ഏകപക്ഷീയമായിട്ട് നേരിട്ടാണ് ഷാഫി പറമ്പിൽ രണ്ടും ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഷാഫി പറമ്പില്ല. നഗരസഭയ്ക്ക് ഒരു വർഷം 25-30 ലക്ഷം രൂപ വാടക ഇനത്തിൽ MLA പൊളിച്ചിട്ടത്. ഇതുവരെ സംഭവിച്ചു. നഗരസഭയുടെ വരുമാനം ഞാൻ പാലക്കാട്ടത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഉറപ്പ്, പാലക്കാടിൻ്റെ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടാൽ നവംബർ 23 റിസൾട്ട് വന്ന അടുത്ത നവംബർ 23 ആകുമ്പോഴേക്കും പാലക്കാടിൻ്റെ ടൗൺ ഹാൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ടൗൺ ഹാളായിട്ട് മാറും. പഴയ പ്രതാപത്തിലേക്ക് പാലക്കാട് ടൗൺ ഹാൾ വരും. അതും ആരുടെ നാമകരണത്തിലായിരിക്കുമെന്ന് അറിയോ? പാലക്കാടിന് വേണ്ടി ജീവൻ ബലിയർപ്പിച്ച, ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് സ്വാതന്ത്ര്യ സമരത്തിൽ ആത്മഹത്യ ചെയ്ത് ജീവൻ ബലിയർപ്പിച്ച 5 വിളക്കിൻ്റെ സ്മാരകം ഉണ്ടല്ലോ, 5 വിളക്കിൻ്റെ രത്നവേലു ചെട്ടിയാറുടെ നാമകരണത്തിലായിരിക്കും പാലക്കാട് ടൗൺ ഹാൾ അറിയപ്പെടുക. ഞാൻ പാലക്കാട് വൈസ് ചെയർമാനായിരിക്കുന്ന സമയത്ത് ടൗൺ ഹാളിന്റെ നവീകരണം പൂർത്തിയാക്കി കഴിഞ്ഞാൽ രത്നവേലു ചെട്ടിയുടെ പേര് ടൗൺ ഹാൾ ഹാബിറ്റാറ്റും പിന്മാറി. ഇനിയിപ്പോൾ പുതിയൊരു ഏജൻസിക്ക് കൊടുക്കേണ്ടി വരും, പുതിയ ഫണ്ട് അലോട്ട് ചെയ്യേണ്ടി വരും. അതൊന്നും നടക്കുന്നില്ലെങ്കിൽ നമുക്ക് പാലക്കാട്
ഇനിയിപ്പം അങ്ങ് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരട്ടെ. ഇനി വിജയിച്ചു വരികയോ വരാതിരിക്കുകയോ ചെയ്യുന്ന പക്ഷത്തിലാണെങ്കിലും നഗരസഭയ്ക്ക് ഇനി അത് ഏറ്റെടുത്ത് നടത്തുക എന്ന് പറയുന്ന ഒരു ഉത്തരവാദിത്വം BJP ഭരിക്കുന്ന നഗരസഭയായതുകൊണ്ട് അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവിലേക്ക് പോകാമോ? പാലക്കാട്ടെ ജനങ്ങൾ നിങ്ങളുടെയൊക്കെ കൂടെ ഉണ്ടാവും, നഗരസഭയ്ക്കൊപ്പം ഉണ്ടാവും. ഇതുവരെ ചെയ്യാതിരുന്നത് പോകട്ടെ, അതിനകത്ത് ചുരുക്കുകൾ ഒരുപാടുണ്ട്. തീർച്ചയായിട്ടും. പക്ഷേ ഇനി നഗരസഭ കൂടി അത് ഏറ്റെടുക്കുകയാണ്. MLA ഫണ്ട് കൊണ്ട് നടക്കത്തില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കാം, ആ നഗരസഭ ഏറ്റെടുക്കാം, അതിനുള്ള ഫണ്ട് നമുക്ക് സ്വരൂപിക്കാം. തീർച്ചയായിട്ടും ഞങ്ങൾ അതിൽ പരിപൂർണമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും. കാരണം പാലക്കാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ, പാലക്കാടിൻ്റെ അഭിമാന സ്തംഭങ്ങളായിട്ടുള്ള ടൗൺ ഹാള്, അതുപോലെ തന്നെ ഇതെല്ലാം നവീകരിക്കുന്നതിന് ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും. അത് MLA ഫണ്ട് അനുവദിച്ചിട്ടില്ലെങ്കിലും അതിന്റെ ഒരു കാര്യം കൂടി, ഞാനിപ്പോൾ നിൽക്കുന്നത് AR മേനോൻ പാർക്കിലാണ്. ശരിയാണ്, മനസ്സിലായി, അത് നടക്കട്ടെ. ഈ AR മേനോൻ പാർക്ക് തുറന്നു കൊടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? കാര്യം ഇതൊരു, ഞാനിപ്പോൾ നോക്കിയപ്പോൾ അവിടെ മെയിൻ്റനൻസിന് കുറച്ചുകൂടിയൊക്കെ പൈസ ചെലവിട്ടാൽ ലൈറ്റും കാര്യങ്ങളും ഒക്കെ വരും. പക്ഷേ ഇവിടെ ഫ്രീ ആയിട്ട് ഈ മനുഷ്യർക്ക് വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് അതങ്ങ് തുറന്നു കൊടുത്തൂടെ CK? അല്ല, AR മേനോൻ പാർക്കിൻ്റെ നവീകരണത്തിനായിട്ട് പാലക്കാട് നഗരസഭ അമൃത് പദ്ധതിയിൽ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നവീകരണം ഏറ്റവും അടുത്ത ദിവസം ആരംഭിക്കും. കോട്ടയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് അവിടെ ഒരു ചെറിയ മെയിൻ്റനൻസ് വർക്ക് പോലും നടക്കണമെങ്കിൽ ആർക്കിയോളജിയുടെ പ്രശ്നം വേണം. ഒരു കൊറോണയ്ക്ക് ശേഷം 2 വർഷമായിട്ട് നിലവിലുള്ള മതിലിൽ എന്തെങ്കിലും അല്ല, AR മേനോൻ പാർക്ക് 2 വർഷമായിട്ട് തുറന്നിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. AR മേനോൻ പാർക്ക് വൈകുന്നേരങ്ങളിൽ അവിടെ നഗരസഭാ ജീവനക്കാരനെ വെച്ച് തുറന്നു കൊടുക്കാറുണ്ട്. കാരണം വൈകിട്ട് 5 മണി തൊട്ടിട്ട് 7:30-8 മണി വരെ AR മേനോൻ പാർക്ക് തുറന്നു കൊടുക്കാറുണ്ട്. തുറന്നു കൊടുക്കുന്നില്ലെങ്കിൽ ഞാൻ നഗരസഭാ ചെയർപേഴ്സണുമായിട്ടും വൈസ് ചെയർമാനുമായിട്ട് ബന്ധപ്പെട്ട് അത് അടിയന്തരമായിട്ട് അതിനുള്ള പരിഹാരം കാണും. കാരണം പാലക്കാട് നഗരത്തിൽ 23 പാർക്കുകൾ റെസിഡൻഷ്യൽ കോളനികളിൽ പുതുതായിട്ട് നിർമ്മിക്കാൻ നേതൃത്വം കൊടുത്ത ആളാണ് ഞാൻ, അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ കൃഷ്ണൻ പാർക്ക് BMS സ്കൂളിൻ്റെ മുന്നിലുള്ളത്, നമ്മുടെ കൃഷ്ണസ്വാമി അയ്യർ പാർക്ക്, ഗാന്ധിജി 3 തവണ സന്ദർശിച്ച ശബരി ആശ്രമത്തിൻ്റെ സ്ഥാപകനായിട്ടുള്ള കൃഷ്ണസ്വാമി അയ്യരുടെ പേരുള്ള പാർക്കെല്ലാം നവീകരിച്ചത് BJPയുടെ ഭരണം വന്ന കാലഘട്ടത്തിലാണ്. തീർച്ചയായിട്ടും AR മേനോൻ പാർക്ക് അത് അതിൽ നവീകരണത്തിനുള്ള ഉറപ്പായിട്ടും പാലക്കാട്ടുകാരനായിട്ടില്ല എന്റെ ഉത്തരവാദിത്വമാണ്. നമുക്ക് ബാക്കി വലിയ കെട്ടിടങ്ങളോ ഒന്നും വേണ്ട, ഈ ലൈറ്റൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക, ആ ബാറ്ററിക്ക് ഒന്ന് ഫിക്സ് ചെയ്യുക. താങ്ക് യു. അപ്പോൾ ലൈറ്റൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക, പിന്നെ അത്യാവശ്യം ചെറിയ പാട്ടൊക്കെ ഒന്ന് കേൾപ്പിക്കുക. ആളുകൾ ഫ്രീ ആയിട്ട് വരട്ടെന്നേ, അവർ വന്ന് സഞ്ചരിക്കട്ടെ. നമുക്കറിയാലോ പാലക്കാട്ടെ മനുഷ്യരുടെ സായാഹ്നങ്ങൾ കുറച്ചുകൂടി സുന്ദരമാവട്ടെ CK. അപ്പോൾ താങ്ക് യു CK ചേർന്നതിൽ. മൊയിൻ സ്കൂളിലേക്ക് കൂടി നമുക്കൊന്ന് പോകണം. നമ്മുടെ വാർത്ത ഓക്കെ, താങ്ക് യു. എത്രയും പെട്ടെന്ന് നടക്കട്ടെ CK. അപ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളിലേക്കും നമ്മുടെ ഇലക്ഷൻ ബസ് സഞ്ചരിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ തെരഞ്ഞെടുപ്പല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കില്ല പ്രതികരിക്കുക. തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ രൂക്ഷത ഒന്ന് കുറച്ചു എന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനാസ്ഥ തന്നെയാണ്. അതെ. അപ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒരാളെ മാത്രം വിമർശിച്ച് കഴിഞ്ഞാൽ മറ്റൊരാളുടെ തിരഞ്ഞെടുപ്പ് ആനുകൂല്യമാവും. അതുകൊണ്ടാണ് വസ്തുതകൾ മാത്രം നമ്മൾ പ്രേക്ഷകരോട് പറയുന്നത്.